അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഹിജ്റ 661 ശേഷം പൂജാതനായ ഇബ്നു തൈമിയ എന്ന് പറയുന്ന മനുഷ്യൻ്റെ തലയോട്ടിയിൽ ഉദയം ചെയ്ത തൗഹീദിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി പുറവിയെടുത്തതാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നജിദിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട ആ അഭിനവ തൗഹീദിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടിയും പ്രചരണത്തിന് വേണ്ടിയാണ് കേരളക്കരയിൽ കേരള നൻവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ടായത്. ഏകദേശം ഒരു 100 വർഷക്കാലത്തോളം ഇത് പ്രവർത്തിച്ചപ്പോൾ ഈ തൗഹീദിന് വേണ്ടി 8ആയി പിളർന്നു എന്ന് മാത്രമല്ല തമ്മിലടിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 8 വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം, ആ വിഭാഗത്തിൻ്റെ നേതാവാണ് മുനീർ എന്നു പേരുള്ള മദനി. അദ്ദേഹം സംസാരിക്കുന്നത് ഇങ്ങനെയാണ്, നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് ദീനാണോ എങ്കിൽ ഇന്ന് ദീനാണ്, അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനാവൂല. അന്ന് ദീനാണോ ഇന്ന് ദീനാണ്, അന്ന് ദീനല്ലേ ഇന്നും ദീനല്ല. നേരത്തെ സൂചിപ്പിച്ചില്ലേ, പള്ളിയിൽ കയറുമ്പോ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കണമെന്നത് അന്ന് ദീനാണ് ഇന്ന് ദീനാണ്, ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ സഹോദരനെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നത് അന്ന് ദീനാണ് ഇന്നും ദീനാണ്, ഞങ്ങൾ ചെയ്യുന്നുണ്ട്. വസ്ത്രം ധരിക്കുമ്പോൾ വലത് മുന്തിക്കൽ അന്ന് ദീനാണ് ഇന്നും ദീനാണ്, ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ ആലോചിക്കൂ, ഇത് വെച്ചിട്ട് ഇതൊക്കെ ചെയ്യുന്ന ഞങ്ങൾ മാത്രമല്ല, ഈദുൽ അദ്ഹ അന്ന് ദീനാണ് ഇന്നും ദീനാണ്, ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. ഈദുൽ ഫിത്തർ അന്ന് ദീനാണ് ഇന്നും ദീനാണ്, ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. ബഹുമാന്യ കാരണവന്മാരെ, പ്രിയ സഹോദരന്മാരെ, മുജാഹിദുകളെ ഒരുപക്ഷെ ചിലപ്പോൾ മുസ്ലിയാക്കന്മാർ ഉണ്ടാക്കി തന്ന വിദ്വേഷത്തോടെ മാത്രം കേട്ട, ശത്രുതയോടെ മാത്രം കേട്ട എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 1 മിനിറ്റ് നേരം നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കൂ നിങ്ങൾ. ഇതൊക്കെ ചെയ്യുന്നല്ലോ ഞങ്ങൾ. കാരണം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിലുണ്ട് എങ്കിൽ പറ നിങ്ങൾ, അന്നുണ്ടെങ്കിൽ നബിദിനം ആഘോഷിക്കൽ അന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന ഞങ്ങൾ എന്തേ വിട്ടു നിൽക്കുമോ? ഒന്ന് നിഷ്പക്ഷമായിട്ട് ആലോചിക്കുക. അപ്പോൾ വളരെ നിഷ്പക്ഷമായി ആലോചിക്കാനാണ് നമ്മൾ മൗലവി ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. അങ്ങനെ നിഷ്പക്ഷമായി ആലോചിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, അന്ന് ദീനായി പരിഗണിച്ച പല കാര്യങ്ങളും വഹാബികളുടെ ജീവിതത്തിൽ ഇന്ന് ദീനല്ല. ഒരുപാട് ഉദാഹരണങ്ങളിലേക്ക് പോകാം. ഇസ്ലാമിൻ്റെ 2ാം ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തറാവീഹിൻ്റെ 20 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയും പള്ളിയിൽ, അത് മക്കയിലും മദീനയിലും ഇന്നും തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അവിടെ വഹാബിക്ക് അന്ന് ദീനായിരുന്നു ഇന്ന് ദീനല്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നിഷേധിക്കുക മാത്രമല്ല, മക്കയിലെ ഉമർ തറാവീഹ്, അല്ലെങ്കിൽ ഒരിക്കൽ പറഞ്ഞത് മദീനത്തെ ഉമർ എന്നാ, മക്കയിലോ മദീനത്തോ രണ്ടും പറഞ്ഞിട്ടുണ്ട്. കെ ഉമർ മൗലവി എന്ന് പറഞ്ഞ മനുഷ്യൻ പറഞ്ഞത് മക്കയിലെ ഉമർ തറാവീഹ് 20 റക്അത്താക്കിയിട്ടുണ്ടെങ്കിൽ വെളിയങ്കോട്ട് ഉമർ ഇതാ 8 ആക്കുന്നു എന്ന. മാത്രമല്ല, ചില വഹാബികളെ സംബന്ധിച്ചിടത്തോളം 8ൽ നിന്ന് വട്ടപൂജ്യത്തിലേക്കും ഇറങ്ങിയിട്ടുണ്ട്. തറാവീഹിലെ നിസ്കാരം തന്നെ അല്ല, റമദാൻ മാസം പോകുമ്പോൾ അതിൻ്റെ പേര് തറാവീഹ് എന്നാണ്, ഉറങ്ങി നീക്കുമ്പോൾ അതിൻ്റെ പേര് ഖിയാമുൽ ലൈൽ എന്നാണ്, അല്ലാത്ത സമയത്ത് അതിൻ്റെ പേര് വിത്ർ എന്നാണ് എന്ന് പറഞ്ഞിട്ട് തറാവീഹിനെ തന്നെ നിഷേധിക്കുകയാണ്. തറാവീഹ് സഹാബത്തിൻ്റെ കാലത്ത് ദീനാണ്, തബൈൻ്റെ കാലത്തും ദീനാണ്, താബീങ്ങളുടെ കാലത്തും ദീനാണ്. ഈ വഹാബി വരുന്നത് വരെ ദീനാണ്. വഹാബികളോട് തന്നെ പഴയ തലമുറ തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചവരാണ്. ഇന്ന് പിന്നീട് അത് നിഷേധിക്കാൻ തുടങ്ങിയതാണ്. അന്ന് ദീനായ പലതും ഇന്ന് വഹാബിയുടെ ജീവിതത്തിലില്ല. ഇനി ഉസ്മാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങൾ കൊണ്ടുവന്നതാണല്ലോ ജുമയ്ക്ക് 2 ബാങ്ക്. ഉസ്മാൻ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തിലും അതിനിങ്ങോട്ട് പോകുന്ന എല്ലാ ഭരണകൂടത്തിലും അതല്ലാത്തൊക്കെ വെള്ളിയാഴ്ചയിൽ 2 ബാങ്കുണ്ട്. എങ്കിൽ കേരള മുസ്ലിയാക്കന്മാർ ചെയ്യുന്ന ദീനിൽ തെളിവല്ലാത്തതുപോലെ സഹാബത്ത് ചെയ്യുന്നതും ദീനിൽ തെളിവല്ല എന്ന ദുർന്യായം പറഞ്ഞുകൊണ്ട് ജുമയുടെ 2ാമത്തെ ബാങ്കിനെ നിഷേധിക്കുകയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ എത്ര കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഖുർആൻ ഓതുമായിരുന്നു. ഇവരോ മാതൃഭൂമി വായിക്കണം എന്നാണ് പറയുന്നത്. അക്കാലത്ത് ദീനായിരുന്നു, ഈ കാലത്ത് അവർക്ക് ദീനല്ല. ഇവർക്ക് ഇപ്പോൾ ഖുർആനിനേക്കാൾ വലുത് മാതൃഭൂമിയാണ്, മാതൃഭൂമി വായിക്കണം എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അന്ന് ദീനായ കാര്യങ്ങളൊക്കെ ഇന്നും ദീനാണ്, ഞങ്ങളത് ചെയ്യുന്നു എന്നത്
മുനീർ മദനി എന്ന് പറയുന്ന ഈ മുജാഹിദിൻ്റെ നേതാവ് ഞങ്ങളത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അന്ന് ഈദുൽ അദ്ഹ ചെയ്തിട്ടുണ്ട്, ഇന്ന് ഞങ്ങൾ ഈദുൽ അദ്ഹ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഈദുൽ അദ്ഹ ചെയ്യുന്നു എന്നത് സത്യം തന്നെയാണ്. അവർ അന്ന് പെരുന്നാൾ കഴിച്ചിരുന്നു, ഇന്നും അവർ പെരുന്നാൾ കഴിക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവിടെയൊക്കെ ചെറിയ വിലങ്ങ് തടികൾ വെക്കും. അന്ന് നോമ്പുണ്ടായിരുന്നു, ഇന്ന് നോമ്പുണ്ട് എന്നാണ് പറയുന്നത്. നോമ്പ് നോക്കുന്നിടത്തും എല്ലാ വിഷയത്തിലും മുജാഹിദ് കൈവച്ചിട്ടുണ്ടാകും. 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ നിയ്യത്ത് വഹാബികൾക്കില്ല. കൈ കെട്ടുകയാണെങ്കിൽ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും പഠിപ്പിച്ചതുപോലെ കൈ കെട്ടുന്ന സ്വഭാവം അവർക്കില്ല. ട്രാൻസ്ഫോമർമോ കൈവച്ചതുപോലെയാണ് അവർ നെഞ്ഞത്ത് കൈവെക്കുന്നത്. ഇനി റമദാൻ മാസം നോമ്പ് നോൽക്കുകയാണെങ്കിലോ, എല്ലാവരും നോമ്പ് തുറക്കുന്ന നേരത്തല്ല അവർ നോമ്പ് തുറക്കാൻ വേണ്ടി ബാങ്ക് കൊടുക്കാറുള്ളത്. 4 മിനിറ്റ് മുമ്പ് കൊടുക്കും. എല്ലാവരും നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി പെലച്ചക്ക് സുബഹിക്ക് ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ എല്ലായിടത്തും ബാങ്ക് കൊടുത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവൻ്റെ ബാങ്ക് കൊടുക്കുള്ളൂ. അതും ഇവരുടെ നേതാക്കന്മാർ എഴുതി വെച്ചത് മഹാവിറ്റുകളാണ്, തമാശകളാണ്. കാരണം എന്താ, ബാങ്ക് കൊടുക്കുന്ന നേരത്ത് ആരെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയൊരു ചെമ്പട്ടിയിലെ ഭക്ഷണം കഴിക്കുകയാണെന്നുവെച്ചെങ്കിൽ അത് ഭക്ഷണപാത്രത്തിലെ ഭക്ഷണം തീരുന്നത് വരെ തിന്നുകൊണ്ടിരിക്കുക എന്നുള്ള. ബിരിയാണി ചെമ്പിലൊക്കെ തിന്നുകയാണെങ്കിൽ ഉച്ചവരെ തിന്നാന്നുള്ളിടത്തേക്കാണ് കണക്ക് പോകുന്നത്. ഈ കോലത്തിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളെയും മതപരമായ എല്ലാ ആചാരങ്ങളെയും വഹാബി തൊട്ടിട്ടുണ്ട്. എല്ലായിടത്തും ഈ മണ്ടലി ബാധിച്ച തെങ്ങ് പോലെ അല്ലെങ്കിൽ ചെള്ളു കുത്തിയതുപോലെ എന്നൊക്കെ പറയുന്നത് പോലെ ഇസ്ലാമിൻ്റെ എല്ലാ കർമ്മങ്ങളിലും വഹാബി എന്ന് പറയുന്ന ചെള്ളു കുത്താത്തതായി കാണുകയില്ല. അതിനെ തസ്കിയത്ത് ചെയ്യുകയാണ് പണ്ഡിതന്മാർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരോട് മുസ്ലിയാക്കന്മാർ അങ്ങനെ പറഞ്ഞു, മുസ്ലിയാക്കന്മാർ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ഇവന്മാരുടെ ചെള്ളിനെ കുത്തുന്നതിന് ബാധിക്കാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്ത് പ്രത്യേകിച്ച് കേരളക്കരയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത സംഘടന, ആ സംഘടനയോട് ശക്തമായ വിരോധവും വാശിയും വൈരാഗ്യവുമൊക്കെ വളർന്നു വരുന്നതും അതുകൊണ്ടാണ്. ഈ മുനീർ മദനിയുടെ ഉപ്പാപ്പമാർ പഴയ കാലത്ത് പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാർ നിങ്ങൾ മുസ്ലിമാകുക എന്ന് കത്ത് കൊടുത്തവരാണ്. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് കൂറ്റനാട് കെ വി മുഹമ്മദ് മുസ്ലിയാർ, അതുപോലെ ശംസുൽ ഉലമ ഇ കെ ബക്കർ മുസ്ലിയാർ, ഇവരെപ്പോലുള്ള ആളുകൾ മുശ്രിക്കീങ്ങളാണ് എന്നും അവരൊക്കെ അറുത്തത് തിന്നരുത് എന്നും പച്ചയ്ക്ക് എഴുതി വെച്ചതാണ്. ഒന്നും കൂടി ചിന്തിച്ചാൽ നിങ്ങൾക്കറിയാം. ഇപ്പോൾ ക്ലിപ്പിടാൻ സമയമില്ല, കാരണം വീഡിയോയിൽ എന്തുകൂടും. സമസ്തയുടെ മദ്രസയിൽ പഠിക്കുന്നതിനേക്കാൾ നല്ലത് ആ പഠിക്കുന്ന കുട്ടിയെ കഴുത്ത് നെരുക്കി കൊല്ലലാണ് എന്ന് ബാലുശ്ശേരി മുജാഹിദ് എന്ന് പറയുന്ന ഒരുത്തൻ പ്രസംഗിച്ചത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. എന്നിട്ടിപ്പോൾ വിനയത്തിൻ്റെ ഭാഷയിൽ അവർ മനസ്സിരുത്തി ചിന്തിക്കാൻ വേണ്ടിയാണ് നമ്മളോട് പറയുന്നത് മുനീർ മദനിയൊക്കെ. നമ്മളിങ്ങനെ ചിന്തിച്ചപ്പോൾ ഇജാതി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇപ്പോൾ അവർക്ക് വലിയ വേദന എന്താ, സുന്നികളായ നമ്മൾ അങ്ങോട്ട് സലാം ചെല്ലുന്നില്ലാതെ. അതിന് ആദ്യം ഞങ്ങൾ മുസ്ലിങ്ങളാന്നുള്ളവരെ അംഗീകരിക്കണം. ഞങ്ങളെ മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് അവർ മാറ്റി നിർത്തുകയാണ്. ഞങ്ങൾ ഷിർക്ക് ചെയ്യുന്നവരാണ്, യാ ഗൗസ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്നവരാണ്. ഇവൻ്റെ നേതാവ് കെ ഉമർ മൗലവി പറഞ്ഞത് ഒരു തവണ യാ ഗൗസ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറഞ്ഞാൽ 1000 വട്ടം കാഫിറാവുന്നതാണ്. അപ്പം നമ്മൾ മുസ്ലിങ്ങളല്ല എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ നമ്മളെങ്ങനെ സലാം ചെല്ലാത്തതിൽ അവരെന്തുകൊണ്ട് വേദനിക്കുന്നു? എന്നിട്ടും യാതൊരു ഉളുപ്പും കഥയില്ലാതെ പൊതുവേദിയിൽ വന്നിട്ട് പറയുകയാണ് ഞങ്ങളിതൊക്കെ ചെയ്യുന്നു എന്ന്. കളവ് പറയുകയാണ്, ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഇത് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതാണ്.